എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ ബിഗ് ബോസ് സീസൺ 6 ഈ പ്രാവശ്യം വരാൻ ചാൻസ് ഉള്ള കുറച്ചു പേരുടെ പ്രഡിക്ഷൻ ലിസ്റ്റാണ് പറയാൻ പോകുന്നത്. കുറേ ദിവസങ്ങളായി ധാരാളം ചാനലുകളിൽ ഇഷ്ടംപോലെ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ അവസാന റൗണ്ടുകളിൽ കിട്ടിയിരിക്കുന്ന കുറച്ചു പേരുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പം ആദ്യം ആക്ടർ വിഭാഗത്തിലും രണ്ടാമത്തെ കോളത്തിൽ ഇൻഫ്ലുവൻസ് വിഭാഗത്തിലുള്ള ആൾക്കാരെ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ആക്ടർ വിഭാഗത്തിലുള്ള ആക്ടേഴ്സും സിനിമാ ഫീൽഡിൽ നിന്നുള്ളതും അല്ലെ സീരിയൽ ഫീൽഡിൽ നിന്നുള്ളവരുമായിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് ആദ്യം പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ കേട്ടിട്ടുള്ള ഏറ്റവും പ്രമുഖനായ ആളാണ്, കഴിഞ്ഞ സീസണിൽ തൊട്ട് അവസാനം തൊട്ട് കേട്ട ആളാണ് ശാലു പേയർ. സിനിമാ ഫോട്ടോഗ്രാഫറാണ്. തന്നെയല്ല, റോബിൻ വിഷയനെ സംബന്ധിച്ച് ധാരാളം വിവാദങ്ങളിൽ കയറിയിറങ്ങിയ ആളുമാണ്. ആദ്യം മുതലേ ശാലു പേയറിൻ്റെ പേര് ഈ പ്രാവശ്യത്തെ സീസൺ 6 കേട്ടിരുന്നതാണ്. അങ്ങനെ ആദ്യത്തെ പേര് ശാലു പേയറിൻ്റെയാണ്. പിന്നീട് കേൾക്കാൻ വഴിയില്ലാത്ത സീസൺ 6 പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരാളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. കലാഭവൻ നവാസ്. നിങ്ങൾക്കറിയാം, കലാഭവനിലൂടെ മിമിക്സിൽ വന്ന നവാസ് പിന്നീട് സിനിമയിലും ഉണ്ടായിരുന്നു. കലാഭവൻ നവാസാണ് രണ്ടാമത്തെ പേര്. പിന്നീട് മൂന്നാമത്തെ സീരിയൽ രംഗത്തു നിന്നുള്ള ആള് ഉപ്പുമുളകും സീരിയലിലെ മുടിയൻ എന്നറിയപ്പെടുന്ന ഋഷി എന്ന ഋഷികുമാർ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് മുടിയനെ. നാലാമതായുള്ള പേരാണ് ബിനീഷ് ബാസ്റ്റൻ. കോമഡി സ്റ്റാറിനകത്ത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിനീഷ് ബാസ്റ്റനാണ് അടുത്ത ആൾ. അഞ്ചാമതായി ഞാൻ പറയുന്നത് ബിനോയ് വർഗീസ് എന്ന ആങ്കറയാണ്. ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ആങ്കറായിട്ടും ബിനോയ് വർഗീസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആറാമതായി ബീന ആന്റണി. നമുക്കെല്ലാം അറിയാം, സീരിയലിനകത്തെയും സിനിമയിലെയും പ്രമുഖ നടിയായിരുന്ന ബീന ആന്റണിയാണ് ആറാമത്തെ ആളായിട്ട് ഞാൻ പറയുന്നത്. ഇനിയും സീരിയൽ രംഗത്തു നിന്നുള്ള അടുത്ത ആള് ശരണ്യ ആനന്ദാണ്. കുടുംബങ്ങളൊക്കെ സീരിയലിൽ ഇപ്പം വില്ലത്തിയായിട്ട് അഭിനയിക്കുന്ന ശരണ്യ ആനന്ദാണ് ഏഴാമത്തെ ആള്. പിന്നീട് എട്ടാമത്തെ സിനിമ ആർട്ടിസ്റ്റും സീരിയൽ ആർട്ടിസ്റ്റും ഒക്കെ ആയ ഡയാന ഹബീബ്. ഒമ്പതാമത്തെ ആള് സീരിയൽ ഫീൽഡിൽ നിന്നുള്ള അഖിൽ ആനന്ദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ പുള്ളിയെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയാറില്ല. ഈ പിക്ചർ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് അടുത്തത് പറയാൻ പോകുന്നത്. ആദ്യത്തെ പേര് 11ാമതായി ഞാൻ പറയുന്നത് സീക്രട്ട് ഏജന്റ് തന്നെയാണ്. സീസൺ 4ഉം 5ഉം 6ഉം ഒക്കെ സീക്രട്ട് ഏജന്റിന്റെ പേര് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നുമില്ല. സീക്രട്ട് ഏജന്റ് ഈ പ്രാവശ്യവും ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയാം. പിന്നെ 11ാമതായി നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത, ചാൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പറയുന്നത്. ബിഹൈൻഡ് വുഡിൽ ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്ന പൂജ കൃഷ്ണയാണ് വരാൻ ചാൻസ് ഉള്ള അടുത്ത ആള്. ഏകദേശം സെലക്ഷൻ ആയിട്ടുണ്ടെന്ന് വരെയാണ് അറിഞ്ഞിരിക്കുന്നത്. 13ാമതായി ഞാൻ പറയുന്നത് യൂട്യൂബറാണ്, ഫുഡ് ബ്ലോഗറാണ്, ട്രാവലറാണ് മന്നു ജേഡി. പിന്നീട് 14ാമതായി യൂട്യൂബർ തന്നെയാണ്, ഫേമസ് ആയ യൂട്യൂബറാണ്. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, ഹെലന സ്പാട്ട എന്ന ധന്യയാണ് 14ാമതായി ഞാൻ പറയുന്നത്. 15ാമതായി ഈ അടുത്തിടെ വിവാദത്തിൽ വന്ന ജാസ്മിൻ ജാഫറാണ് അടുത്ത വ്യക്തി. ജാസ്മിൻ ജാഫറെ കുറിച്ച് ഈ അടുത്തിടെ വലിയ വിവാദമായിരുന്നു. മറ്റൊരു യൂട്യൂബറുമായിട്ടുള്ള ഇഷ്യൂ പറഞ്ഞു. ആ ജാസ്മിൻ ജാഫറാണ് അടുത്തത്. 16ാമതായി ഞാൻ പറയുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളിനെയാണ്. ഈ പ്രാവശ്യം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആള് ഇപ്പോൾ കേൾക്കുന്ന പേര് അമയ പ്രസാദിൻ്റെതാണ്. ഇനിയും 17ാമതായി ഞാൻ പറയാൻ പോകുന്ന പേര് വുമൺ ആക്ടിവിസ്റ്റ് ആണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, ധാരാളം വിവാദങ്ങളിലും പറ്റിയിട്ടുള്ളതാണ്, ശ്രീലക്ഷ്മി അറക്കൽ. ഇനിയും അവസാനമായി ഞാൻ പറയാൻ പോകുന്ന ഒരാളുടെ പേരുകൂടിയാണ്. അത് ആദ്യം തൊട്ടേ കേൾക്കുന്നുണ്ട്, റൈഡർ ഗേളായിട്ട് അറിയപ്പെടുന്ന അനീഷ നായർ. ഇത്രയും പേരാണ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് സീസൺ 6 കേൾക്കുന്നത്. ഇനിയും 3-4 പേരുകൾ ഉണ്ടെങ്കിലും അതൊന്നും കറക്റ്റായിട്ട് ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടല്ല കേൾക്കുന്നത്. ലിയാൻഡ്ര മറിയ എന്ന ഒരു ബിസിനസ്സുകാരിയെ കുറിച്ചും കേൾക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടുവച്ചു, ഇവരുടെയൊക്കെ ഫോട്ടോയും. ഇതിൽ കുറച്ചു പേരെങ്കിലും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറയുന്ന ആരും ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ലാതെ വ്യക്തമായിട്ട് ഒന്നും അറിഞ്ഞിട്ടല്ല പറയുന്നത് എന്ന് മാത്രം. അവിടുന്ന് ഇവിടുന്നൊക്കെ ചോർന്ന് കിട്ടുന്ന ന്യൂസുകൾ മാത്രമാണ്. ബിഗ് ബോസ് സീസൺ അവസാന സമയത്ത് മാത്രമാണ് ബിഗ് ബോസ് പോലും കൺഫേം ചെയ്യുന്നത് ആരെയാണ് ഫിക്സ് ആക്കേണ്ടതെന്ന്
ഇതെല്ലാം പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. ഇവരിൽ കുറച്ചു പേരെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ പ്രമോയ്ക്ക് കാത്തിരുന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.